ദുബായിലെ ടീകോം എന്ന സ്ഥാപനമായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ 84% ഉടമസ്ഥാവകാശം പേറിയത്. 16% കേരള സർക്കാരിനുണ്ടായിരുന്നത്. 244 ഏക്കർ ഭൂമിയാണ് സർക്കാർ പാട്ടത്തിന് കൊടുത്തത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ സ്മാർട്ട് സിറ്റിയോട് അവർക്ക് താല്പര്യം പോകാൻ രണ്ട് കാരണങ്ങളുണ്ടായി. ഒന്ന്, ടീകോം കമ്പനിയുടെ മാനേജ്മെന്റിൽ മാറ്റമുണ്ടായതുകൊണ്ട് അവർക്ക് ഇത് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലാതെ വന്നു. അതേസമയം കരാർ ബാധ്യതയാകുന്നതുകൊണ്ടും നാണക്കേടുള്ളതുകൊണ്ടും അവർ മെല്ലെപ്പോക്കിൽ തുടരുകയല്ലാതെ പിന്മാറിയില്ല. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതിയുടെ കമ്മീഷനും കൈക്കൂലിയും ഒക്കെ കിട്ടാനുള്ള സ്കോപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇതില്ലാതായാൽ ആ ഭൂമി റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർക്ക് കൈമാറി കോടികൾ അടിച്ചു മാറ്റാം എന്ന പ്രതീക്ഷയുണ്ടായി. അതിനുള്ള നീക്കങ്ങൾ നടന്നു. 30% വരെ IT ഏതര മേഖലയ്ക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന വകുപ്പുള്ളത് കൊണ്ട് അതിൽ 30 ഏക്കർ ഭൂമി ഒരു പ്രമുഖ നിർമ്മാണ കമ്പനിക്ക് കൊടുക്കാൻ നീക്കമുണ്ടായി. എന്നാൽ പ്രത്യേക സാമ്പത്തിക സോണായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് ഇത് IT മേഖലയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് അതൊന്നും സാധിക്കാതെ പോയി. ടീകോം കമ്പനി സ്മാർട്ട് സിറ്റിയുടെ ഫ്രീ ഹാൻഡ് അവകാശം ചോദിച്ചു. നിയമപരമായി പാട്ടമായിരുന്നു. അതിനുള്ള നീക്കവും നടന്നു. ഇതെല്ലാം പൊളിഞ്ഞുപോയി. ടീകോം തലയൂരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 244 ഏക്കർ ഭൂമിയിൽ മിക്കയിടവും വെറുതെ കാട് കയറി കിടന്നു. ഇതിനിടെ ലോകം ഒരുപാട് മുമ്പോട്ട് പോയി. അനേകം രാജ്യങ്ങൾ ഇത്തരം സ്മാർട്ട് സിറ്റികൾ രൂപം കൊടുക്കുകയും അവയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതോടെ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയുടെ സാധ്യതയും അടഞ്ഞു.